ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് പാലക്കാട് ജില്ലയുടെ പൊതുവായുള്ള സാഹചര്യം? രാവിലെ തന്നെ മഴ കനക്കുകയാണോ ശ്രീത്ത്? മഴ കനക്കുകയാണ് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നും തന്നെ തോർച്ചയുണ്ടായിരുന്നില്ല. എല്ലാ സമയവും ശക്തമായ മഴ തന്നെയായിരുന്നു പാലക്കാട് നഗരത്തിലും പാലക്കാടിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കുന്തിപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. കുന്തിപ്പുഴയോട് ചേർന്ന ചില കോസ്വേകൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മണ്ണാർക്കാട് മേഖലയിലാണ് കാര്യമായ രീതിയിൽ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ എല്ലാ മേഖലകളിലും മഴ തുടരുന്നുണ്ട്. മംഗലം ഡാം, അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാം, ഇതിന്റെ രണ്ടിന്റെയും ഷട്ടർ തുറന്നു വെച്ചിട്ടുണ്ട്. മലമ്പുഴ ഡാമിലും ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ മലമ്പുഴ ഡാം തുറക്കാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഔദ്യോഗിക അറിയിപ്പായി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ മഴ എല്ലാ മേഖലയിലും ഇപ്പോഴും ഈ ഒരു ഘട്ടത്തിലും തുടരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളോ അങ്ങനെ വീടുകളിലേക്ക് പൂർണ്ണമായി വെള്ളം കയറുന്നൊരു അവസ്ഥയോ ഒന്നും തന്നെ നിലവിലുണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. ഭാരതപ്പുഴയിലും ശക്തമായ നീരൊഴുക്ക് ഇതിനകം തന്നെ നിലവിലുണ്ട്. മുക്കൈ പുഴയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ് ആ മേഖല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. റോഡിലേക്ക് കോസ്വേ മുങ്ങി റോഡിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. മലമ്പുഴ ഡാം തുറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഏറ്റവും അധികം പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശം കൂടിയാണ് കൽപ്പാത്തി, അതുപോലെ തന്നെ മുക്കൈ മേഖലയൊക്കെ തന്നെ. എന്തായാലും ഈ മേഖലയിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് ഒരു കാരണവശാലും രാത്രികാല യാത്ര പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. അട്ടപ്പാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് രാത്രികാലത്ത് ആ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ ജാഗ്രതയുണ്ട്, ആശങ്കയില്ല. പക്ഷേ ജാഗ്രത വേണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം പറയുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒറ്റപ്പാലം വാണിയംകുളത്തടക്കം മണ്ണിടിച്ചിൽ സാധ്യത, മണ്ണിടിഞ്ഞു വന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലേക്ക് കാര്യമായ രീതിയിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ അങ്ങനെ ശക്തമായ മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.